ഹായ് ഫ്രണ്ട്സ്, സ്റ്റാൻഡി കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ 3 ടിപ്സുമായിട്ട് റോസാപ്പൂക്കൾക്ക് വേണ്ടി കൊലച്ചത് കായ്ക്കാൻ വേണ്ടി 3 ടിപ്സ് കൊണ്ടുവന്നായിരുന്നല്ലേ. ആ ടിപ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഒരാഴ്ച 2 ആഴ്ച ഇത്ര എടുത്തുള്ളൂ, എന്നാലും കറക്റ്റ് കൊലച്ച് കുത്തി കായ്ച്ചത് കണ്ടോ. പിന്നെ ഭംഗിയാണ് നോക്കിക്ക്. ഇനി 2 എണ്ണം കൂടെ വിരിഞ്ഞാൽ മതി. എന്നാലും അത് ഇതിൻ്റെ അടുത്ത് നട്ടോ വരുന്നത്, ഇതും കൂടെ വിരിഞ്ഞിങ്ങനെ ഒരുമിച്ച് വിരിഞ്ഞിരിക്കും. എന്നെ ഭംഗിയാണ്, ഞാൻ നല്ല ഹാപ്പി ആട്ടോ, കാരണം നല്ല സന്തോഷവും കൂടിയാണ്. കാരണം നടുക്ക് വലിയ റോസും ചുറ്റും കുഞ്ഞു റോസും എന്നെ ക്യൂട്ടാണ് നോക്കിക്കേ ഗൈസ്. അപ്പം ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ കേട്ടോ ഇന്ന്. അപ്പോൾ കൂട്ടുകാരെ, വീണ്ടും 2 ടിപ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആ ടിപ്സിലേക്ക് കടന്നാലോ, കമോൺ. അപ്പോൾ കൂട്ടുകാരെ, ഇതിൻ്റെ ചോട്ടിൽ ഒരു മുട്ടയുടെ കറുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് ജസ്റ്റ് വേര് മുറിയാതെ ജസ്റ്റ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അന്ന് നമ്മൾ ഇട്ട് കൊടുത്ത് സവോളത്തുള്ളിയും മുട്ടത്തോടും എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കൊടുത്തവരും പൂ നന്നായി കായ്ച്ചവരും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനെയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും കൂടി ഒന്ന് ജസ്റ്റ് മെല്ലെ. ഇതൊക്കെ പൊട്ടി എന്നാലും നമ്മളിനി മാറ്റിയിട്ടില്ല, മീൻസ് വേര് പിടിച്ചല്ലേ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ടിപ്പിലേക്ക് കടന്നാലോ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഉണക്ക ചാണകം കേട്ടോ, ചാണകപ്പൊടി. അപ്പോൾ നമുക്കിത് ചുറ്റും ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, നല്ല കട്ടിയുണ്ട് കേട്ടോ. നല്ല കുറച്ചായിട്ട് സൈഡ് വഴി ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. അത്യാവശ്യം നല്ല വലിയ പീസസ് ഒക്കെ ഇതിൻ്റെ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്ര ഇതിന് മതി കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് കടക്കാവേ. അപ്പോൾ കൂട്ടുകാരെ, ഈ ചാണകപ്പൊടി ഇടുന്നത് ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാട്ടോ. പിന്നെ ഈ വേപ്പും പിണ്ണാക്ക് നമ്മൾ എന്നത്തിനാണ് ഇടുന്നതെന്ന് നിങ്ങൾക്കറിയാം. അടുത്തായിട്ട് നമ്മൾ വേപ്പും പിണ്ണാക്കായിട്ട് ഇടുന്നത് പിന്നെ ഫംഗൽ ബാധ്യത ഉണ്ടാവുമായിരിക്കും, പിന്നെ പുഴുക്കൽ കയറിക്കുക, അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇതിടുന്നത്. ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി. അതും സെയിം ആയിട്ട് തന്നെ ചുറ്റിനും ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുവാണേ. നിങ്ങളും മറക്കാതെ ഓർത്തോർത്ത് ഇടണേ. ഇത് 1-2 ആഴ്ച കൂടുമ്പോൾ ഇട്ടാൽ മതിയേ കൂട്ടുകാരെ. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ട് എന്നാ വലിയ വെള്ള റോസ നോക്കി. കഴിഞ്ഞ ആഴ്ച നമ്മൾ മഞ്ഞ റോസയ്ക്ക് ഇടുന്നതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങോട്ട് വിട്ടായിരുന്നേ. അങ്ങനെ വന്ന ഒരു മുട്ടായിരുന്നു. ഇതുണ്ട്, ഇതും ബിരിയാണി നല്ല രസം, ഭയങ്കര ഇഷ്ടം, നല്ല ക്യൂട്ടല്ലേ കാണാൻ. അപ്പോൾ കൂട്ടുകാരെ, ഇത് മഞ്ഞ റോസ് ഇടുക. പക്ഷേ അവിടെ കണ്ട ആ മഞ്ഞ റോസില്ല, വേറെ മഞ്ഞ റോസ് ഇടുക. ഇത് ലൈറ്റ് ആൻഡ് ഷെയ്ഡായിട്ട്, മീൻസ് സൈഡ് മൊത്തം വെള്ള, അകത്ത് മാത്രം ലൈറ്റായിട്ട് വരുന്ന കേട്ടോ. ഇതിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ വന്നൊരു മുട്ടാട്ടോ ഇത്. പിന്നെ ഈ താഴെ കാണുന്നുണ്ട്, ഇതൊക്കെ കണ്ടോ, ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് എന്നാ രസം നോക്കിക്കേ വിരിഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ അന്ന് ഇട്ട് കൊടുത്തതിൻ്റെ കേട്ടോ. പിന്നെ നമ്മുടെ മാജിക് റോസിന് കുഞ്ഞു മുട്ട വന്നു കേട്ടോ. തുടക്കഭാഗം ഇങ്ങനെയാട്ടോ മാജിക് റോസിൻ്റെ. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടിട്ട് അറിയാത്തവരൊക്കെ നോക്കിക്കോളാം കേട്ടോ. ഇപ്പോൾ അന്ന് നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു മുട്ടും കൂടെ വന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ടിപ്സ് ഒന്നും നിങ്ങൾ മറക്കണ്ട. ഓരോ 2-1 ആഴ്ചയൊക്കെ കൂടുമ്പം ഇതിട്ടിട്ട് കൊടുക്കണേ. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ മുട്ടത്തോടും സബോളത്തിനെയും അത് മാത്രമല്ല മാവും ഇങ്ങനെ മാവ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഈ ടിപ്സ് ഒരിക്കലും നിങ്ങൾ മറക്കണ്ട. കുറച്ച് കുത്തി കായ്ക്കാൻ വേണ്ടി നല്ല ഇതാട്ടോ ഈ ടിപ്സൊക്കെ. അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.